വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഭൂമിയിൽ ജീവിക്കുന്ന മാലാകന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ടേക്ക് കെയർ ചെയ്യാനായിട്ടും ദൈവം ചില സ്പെഷ്യൽ ഗാർഡിയൻസിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയവും ഇത് തന്നെയാണ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. ഇന്ന് അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു മാലാക കുട്ടിയും ദൈവം നിയോഗിച്ചിട്ടുള്ള 2 സ്പെഷ്യൽ മുത്തുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. 2 ജെംസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ബിനു ചേട്ടനും ജെനിഫർ ചേച്ചിയാണ്. ബിനു ചേട്ടൻ ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്യുന്നത്. ജെനിഫർ ചേച്ചി ഹൗസ് വൈഫാണ്. മോനെയും മക്കളെയും ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ബിനു റാഫേൽ. നമ്മൾ കാക്കനാടാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ ജെനിഫർ സാവിയോണ. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. അതിൽ ഇത് ഇളയവനാണ് നമ്മുടെ ക്രിസ് മാനുവൽ എന്നാണ് പേര്. നമ്മൾ വിളിക്കുന്നത് മനു. ചേച്ചി, നിങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി 5ാം മാസത്തിൽ തന്നെ അറിഞ്ഞായിരുന്നു വാവ ഒരു സ്പെഷ്യൽ ചൈൽഡാണ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വാവേനെ വെൽക്കം ചെയ്തത്? അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ ടെൻഷൻസിലൂടെ നിങ്ങൾ ഒരുപാട് പോയിട്ടുണ്ടാകും ഓബ്വിയസ്ലി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടെൻഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തത്? അല്ലെങ്കിൽ എന്തൊക്കെ വറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാവർക്കും ഒരു കൺസേൺ ആണ് ഈ ഒരു എന്താ ചെയ്യണ്ടേ, ഈ ഒരു സമയത്ത് എന്താ ചെയ്യണ്ടേ, ദൈവം എന്താ ആഗ്രഹിക്കുന്നതെന്നൊക്കെ. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞങ്ങൾ 5th മന്ത് ആയപ്പോഴാണ് കുട്ടി ഇങ്ങനത്തെയാണെന്ന് അറിയണത്. ഡോക്ടർ ഞങ്ങളോട് പറയണം ഒരു IQ ടെസ്റ്റ് ചെയ്യണം. എൻ്റെ വെയിറ്റ് കുറയുമായിരുന്നു. ഈ എവറി ചെക്കപ്പിന് ഓരോ kg വെച്ച് തന്നെ കുറയുമായിരുന്നു എൻ്റെ വെയിറ്റ്. അപ്പോൾ കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ IQ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പം ഞങ്ങളോട് അപ്പം തന്നെ എന്താ ചെയ്യണ്ടേ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് അപ്പം തന്നെ പറയുവാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണ്ട, മൂത്ത കുട്ടികളൊക്കെ നോർമലാണ്, അപ്പോൾ ടെസ്റ്റ് ചെയ്യണ്ട, എന്താണെങ്കിലും ദൈവം തരുന്നല്ലേ ഞങ്ങൾ സ്വീകരിച്ചോളാമെന്ന്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നോ? പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ തോന്നി നമുക്ക് വരുന്നത് ഏതായാലും സ്പെഷ്യലാണ്, തന്നെ സ്വീകരിച്ചു. എങ്ങനെയായിരുന്നു ആദ്യം കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു, എന്തൊക്കെ തോട്ട്സ് ആയിരുന്നു നിങ്ങളുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരുന്നതെന്നും കൂടെ പറയാമോ? അത് 5th മന്താണ് ഞങ്ങൾ കുട്ടി എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ IQ സ്കാൻ ചെയ്യണമെന്ന്. അത് കാരണം പ്രസവം കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഞാൻ എന്താ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ദൈവം എന്നെ അതിനെക്കുറിച്ച് ചിന്തിപ്പിച്ചിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു ഇങ്ങനെ പറഞ്ഞു, ഫാമിലിയോട് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരു IQ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ ഓപ്ഷൻ എന്നെക്കുറിച്ച് വേറെ ഒന്നും സംസാരിക്കുന്നില്ല, അത്രേ പറഞ്ഞുള്ളൂ പാരൻസിനോട്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പ്രതികരിക്കണമെന്ന് അറിയില്ല. അവരെന്തെങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, എന്ത് പറയുന്നുള്ളോ ഒന്നും അറിയത്തില്ല. നമ്മളായിട്ട് തന്നെ ഹൈഡ് ചെയ്തു. സ്കാൻ പറഞ്ഞു, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. വാവേനെ ചേട്ടന്റെ കയ്യിലായിരിക്കുമല്ലോ. കയ്യിലേക്കാണ് കൊണ്ടുവന്നെ. എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാൾ ഡൗൺസാണ്. അപ്പോൾ ഒന്നെ കണ്ണ് നിറഞ്ഞു. പിന്നെ എല്ലാ ശക്തിയോടെ ദൈവത്തിൻ്റെ വിളിച്ച് ഇല്ല ദൈവമേ ഇല്ല, ഇനി ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്ന് തന്നെ മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് എടുക്കുക. എങ്ങനെയായിരുന്നു അക്സെപ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് സിസേറിയൻ ആയിരുന്നു. അത് കാരണം ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഞാൻ കാണുന്നില്ല കുട്ടീനെ. റൂമിലേക്ക് കൊണ്ടുവന്നെങ്കിലും കുട്ടിക്ക് എന്തോ ഒരു ബ്രീതിങ് പ്രോബ്ലം ഉണ്ട്, NICUലാണെന്ന് മാത്രം പാരൻസ് പറഞ്ഞുള്ളൂ. അതേപോലെ ബിനു വന്നിട്ട് അപ്പം ഞാൻ ബിനുവിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്യാം. പക്ഷെ എനിക്ക് അറിയാമായിരുന്നല്ലോ അതുകൊണ്ട്. പക്ഷേ വേറെ ബിനു പറഞ്ഞു കുഴപ്പമില്ല, എന്തോ ഒരു ബ്രീതിങ് പ്രോബ്ലം ഉണ്ട്. അവൻ കരഞ്ഞിട്ട് പെട്ടെന്നൊന്ന് ബ്ലൂ ആയി. അത് കാരണം NICUലാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ ആ ദിവസം അങ്ങനെ കടന്നുപോയി. സെക്കൻഡ് ഡേയും കൊച്ചിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ NICU ഞാൻ ഫുൾ എഫേർട്ട് എടുത്ത് സിസേറിന് ഏതാനും പോകണ്ട, റൂമിൽ തന്നെ നല്ല കുട്ടീനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ അവിടെ പോയി
NICU കുട്ടീനെ കാണുമ്പോൾ എൻ്റെ കുട്ടിയാണ് ഏറ്റവും നല്ല മിടുക്കൻ. അവിടെയുള്ള കുട്ടികളിൽ മാസം തികയാതെ പ്രസവിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അതിലും അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറയാം, എന്തിനാ ഇവിടെ കിടത്തിയേക്കണം. ബിനോടും പറയണേ, എൻ്റെ അടുത്തും പറയാറ് എന്തിനാ ഇവിടെ കിടത്തിയേക്കണം, അവനൊരു കുഴപ്പമില്ലല്ലോ, അവന് സുന്ദരനാണല്ലോ, നമുക്ക് അവനെ റൂമിലേക്ക് കൊണ്ടുപോവാം. അപ്പോഴും ദൈവം അവന് ഇങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഇവൻ്റെ മുഖത്ത് നിന്നോ കണ്ടാൽ മനസ്സിലായില്ലേ ചേച്ചി എന്നൊക്കെ പലവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവൻ്റെ മുഖം അങ്ങനെയൊന്നും തോന്നിയില്ല, നല്ല കുട്ടിയായിട്ടാണ് തോന്നിയത്. പിന്നെ 2 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. 2 മാസം ഫീഡ് ചെയ്തു. തലേന്ന് ഉറക്കില്ല, അപ്പം മസിൽ ടോൺ കുറവാണ്. അത് കാരണം ഇങ്ങനെ ഉറക്കില്ലല്ലോ. അത് കാരണം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ കയ്യിലൊക്കെ എടുത്ത് പിടിച്ച് ഫീഡ് ചെയ്യുമ്പോഴും അതൊന്നും ചിന്തിക്കുന്നില്ല. അതൊന്നും ദൈവം എനിക്ക് അത് ചിന്തിക്കാനുള്ള ഒരു അവസരം തരുന്നേ ഇല്ല. പിന്നെ 2nd മന്ത് കുട്ടിക്ക് വയ്യാണ്ടാവണം. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് വീടിനടുത്ത് സൺറൈസ് ഹോസ്പിറ്റൽ അവിടെ പനിയായിട്ട് പോയതാണ്. പനിയായിട്ട് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ ആയി. അതിന് ശേഷമാണ് പുള്ളിക്കാരത്തി ശരിക്കും റിലേഷൻ നിങ്ങൾ പാരൻസ് അക്സെപ്റ്റ് ചെയ്തതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇവന് മൂത്ത 2 ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെ. അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചതും അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്തായിരുന്ന? ശരിക്കും അവരുടെ ഒരു വെൽക്കമിങ് എങ്ങനെയായിരുന്നു കൊച്ചിന്? അവരുടെ വെൽക്കമിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ കുട്ടികളാണ് ആട്ടെ, അറിയത്തില്ല അവർക്ക് എന്താണെന്ന്. ഒരു വാവ വരുന്നുണ്ടെന്നുള്ള മാത്രമേ അറിയുള്ളൂ. വാവയാണ്, നല്ല ഭംഗി ക്യൂട്ടായിട്ടുള്ള വാവയാണ്, അങ്ങനെ പറഞ്ഞാണ് ഇരുന്നത്. അന്നുപോലെ കുട്ടികൾ രണ്ടുപേരും നല്ല ഇതായിരുന്നു. നിങ്ങൾ ശരിക്കും നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരുന്നെന്ന് പറഞ്ഞല്ല, ശരിക്കും ഈ ഒരു ബോധ്യം നേരത്തെ ഉണ്ടായിരുന്ന ശരിക്കും ഇങ്ങനെ തുറവേ ഉണ്ടാവണമായിരിക്കണം എന്നും? തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും പേരൻസിന്റെ കയ്യിൽ നിന്നാണ് ശരിക്കും ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും? വേറെ എവിടെ നിന്ന് ഇപ്പം നമ്മൾ പ്രീ-കാന കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ അച്ഛന്മാർ പറയുമ്പോൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഫാമിലിയെ കുറിച്ചൊന്നും ഞങ്ങൾ ക്ലാസ് കേട്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതേപോലെ ബോഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കുറിച്ചുള്ള ക്ലാസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സുഖമില്ലാത്ത കുട്ടികൾ ജനിക്കുന്നു, അങ്ങനെ ഇതൊക്കെ പറയുന്ന ക്ലാസ് ഉണ്ടായിരുന്നപ്പോൾ ഞാനന്ന് ബ്രേക്കിൻ്റെ സമയത്ത് ബിനുവോട് ചോദിക്കുന്നുണ്ട്, ബിനു നമുക്ക് ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ബിനുവിൻ്റെ മറുപടി ഇതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് കുട്ടിയാണെങ്കിലും നമ്മളത് സ്വീകരിക്കും എന്നായിരുന്നു. ശരിക്കും പ്രീ-കാന കോഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. വാവ ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നുണ്ടല്ലോ? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒന്ന് പറയാമോ? എങ്ങനെയാണ് നിങ്ങൾ എഡ്യൂക്കേഷൻ? നമ്മൾ നോർമൽ സ്കൂളിലാണ് വിടുന്നത്. നമ്മുടെ വീടിനടുത്ത് തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട്, അവിടെയാണ്. നമ്മൾ അതിന് മുന്നേ നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ നമ്മുടെ കുരിക്കാട് ആദർശ് അവിടെ വിട്ടിരുന്നു. അവിടെ ഒരു 1 ഇയർ അല്ലേ, 2 ഇയർ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ വിടാണ്ട് നോർമൽ സ്കൂൾ പ്രിഫർ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ? മെയിൻലി അവിടെ വന്ന ഡോക്ടേഴ്സ് തന്നെയാണ് ഡയഗ്നോസ് ചെയ്തത്, ഇവന് ഇവിടെ നിർത്തണ്ട, കുറേ കൂടി ബെറ്റർ ആണെന്ന് പറഞ്ഞു. കാരണം ഇവിടെ അവിടെ എന്ന് വെച്ചാൽ കൂടുതലും ഒത്തിരി ഇതുണ്ട്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവർ, ഡൗൺസ് തന്നെ ഒത്തിരി ഉണ്ട്, കുറേ കൂടി ക്രിട്ടിക്കലായിട്ടുള്ള ഡൗൺസ് ഉണ്ട്. അവരെ കണ്ട് ഒന്നുകൂടെ കണ്ട് ഇവർ ഇമിറ്റേഷനാണ് ഇവർ കൂടുതലുള്ളത്. അതൊന്നും കൂടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. നല്ലത് ബെറ്റർ എൻവയോൺമെന്റ്, സാധാരണ കുട്ടികളുടെ എൻവയോൺമെന്റിൽ വളരുമ്പോൾ അവരിലേക്ക് ലുക്ക് കുറേ കൂടി ബെറ്റർ ആവും. അതുകൊണ്ട് നോർമൽ സ്കൂളല്ലേ പ്രിഫർ ചെയ്തത്. ശരിക്കും ഈ ഒരു ഇൻഫർമേഷൻ പബ്ലിക്കിന് അധികം അറിയാൻ പാടില്ലാത്ത മിക്ക പ്രേക്ഷകർക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അവർ സ്പെഷ്യൽ സ്കൂളാണ് പ്രിഫർ ചെയ്യുന്നത്. ഗവൺമെന്റിന് ഇങ്ങനത്തെ ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പിള്ളേരെയും ഇങ്ങനത്തെ മക്കളെയും ഗവൺമെന്റ് സ്കൂൾസിൽ നോർമൽ ആയിട്ടുള്ള പിള്ളേരുടെ കൂടെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതെന്ന് പലർക്കും അറിയില്ല. എന്താണേലും നിങ്ങൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് വളരെ നന്നായി. ഇവരുടെ ഒരുപാട് എക്സ്പീരിയൻസസും എങ്ങനെയാണ് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നത്, ഇത് കൂടെ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ മറ്റുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ വേറെ ഒരു ഫാമിലി, ഇതുപോലത്തെ ജെംസ് ആയിട്ടുള്ള ഒരു ഫാമിലി അപ്പുറത്തെ സെറ്റിൽ റെഡി ആയിട്ട്, ടോജിനും മീനു ചേച്ചി റെഡി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. സോ ഓവർ ടു ടോജിൻ ആൻഡ് മീനു. ഹായ് ടോജിൻ. ഹായ് മീനു. ഹായ് മനു. ഹായ് അൽറിയ. ഇന്ന് നമ്മളോട് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം പോയിരിക്കുന്നത് പ്രിയ ചേച്ചിയാണ്. വെൽക്കം ടു ദ ഷോ. പ്രിയ ചേച്ചി
ട്രിവാൻഡ്രത്ത് സെറ്റിൽഡാണ്, 3 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് മിനു മാത്തൻ ഡോക്ടറാണ്. അപ്പോൾ ചേച്ചി, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്ത് ചേച്ചിക്ക് എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ എനിക്ക് 3 മക്കളാണ്, 3 ആൺകുട്ടികളാണ്. അതിൽ മൂത്ത മോൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടിയാണ്. എനിക്ക് പ്രഗ്നൻസി ഇപ്പം 18 വയസ്സായി മോന്. പ്രഗ്നൻസി ടൈമിലൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അവന് ഇങ്ങനെ ഡിസേബിൾഡ് ആണെന്നൊന്നും. പക്ഷേ ഉണ്ടായി കുറച്ച് അവൻ വളർന്ന് വന്നപ്പോഴാണ് നമുക്ക് അവന് ഒത്തിരി ഡിഫക്ട്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. ആദ്യം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും കരയും വിഷമിക്കും, ഈശോയോട് എന്തിനാ എനിക്ക് തന്നു എന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു. കാര്യം ഞാനും പ്രാർത്ഥിക്കുന്നതൊക്കെയായിരുന്നു, പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, എപ്പോഴും ഉള്ളതുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് എപ്പോഴും പറഞ്ഞ് കരയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നോട് ഇന്ന് എൻ്റെ മമ്മി പറയായിരുന്നു, ഈശോ ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് എങ്ങനെ കൊടുക്കുന്നതെന്ന് പറയും. പക്ഷേ എനിക്കത് കേൾക്കുന്നത് ഭയങ്കര ദേഷ്യമായിരുന്നു, എനിക്കിഷ്ടമില്ല അങ്ങനെ കേൾക്കുന്നത്. എന്നിട്ട് എന്തിനാ എനിക്ക് തന്നു, ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയായിരുന്നു. അവസാനം പിന്നെ മമ്മി ഇങ്ങനെ പറയുന്നു, ഈ ഈശോയുടെ മഹത്വത്തിനായിട്ട് ഈ കുഞ്ഞിൻ്റെ കുറവിനെ മാറ്റണമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കാനെന്ന് പറയായിരുന്നു. ആ പറഞ്ഞതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പതുക്കെ അത് പ്രാർത്ഥിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാനത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളിങ്ങനെ പ്രാർത്ഥിച്ച് ശരിക്കും ഇരുന്ന് ആ ടൈമിൽ എനിക്കൊരിത് കിട്ടി. ഈ കുഞ്ഞിനെ എനിക്ക് വെറുതെ തന്നെയല്ല എന്നുവെച്ചാൽ ഒത്തിരി പേരുണ്ടായിട്ട് എല്ലാവരും പറയുന്നതാണ് ഈ ഒരു വാക്ക് എന്ന് വെച്ചാൽ ഒത്തിരിയും പേർക്കുണ്ടായിട്ട് നീ മാത്രം ഗിഫ്റ്റഡായിട്ടൊരു കുട്ടിയെ തന്നു എന്ന് പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ആദ്യകാലങ്ങളിൽ ഇഷ്ടമല്ല. പക്ഷേ പിന്നെ എനിക്കത് മനസ്സിലായി, ഈശോ അറിഞ്ഞു തന്നെ തന്നതാണ്. കാര്യം ഞാൻ എന്ന് മനസ്സിലാക്കി ഈശോട് എന്നിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, നന്നായിട്ട് ഇവനെ ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ച് വളർത്താനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് ശരിക്കും ഒത്തിരി സമയമെടുത്തു. ശരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങി ഞാൻ ആ മനസ്സിലതാക്കി നല്ലതായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നാണ് എനിക്കത് കിട്ടിയത്. പ്രാർത്ഥനയിലൂടെ തന്നെ എനിക്ക് കിട്ടിയത് അത്. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് രണ്ടാമത്തെ മോൻ വരുന്ന വരെ ഒരു 4 വയസ്സ് വരെ ഇവനെയും കൊണ്ട് ഞാനിങ്ങനെ ഓരോ ഹോസ്പിറ്റലോട്ടം, ഓരോ ഫിസിയോതെറാപ്പി ഇങ്ങനെ ഓടുന്ന സമയങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്കങ്ങ് ദേഷ്യമോ സങ്കടമോ ഫ്രസ്ട്രേഷനൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ ആ പോക്ക് ഞാനങ്ങ് യൂസ്ഡായി. പിന്നെ ഈശോ പ്രാർത്ഥിച്ചു, എനിക്കറിയത്തില്ല, ഭയങ്കര ഒരു കൃപയാണ് കിട്ടിയത്. ഇപ്പം പറയുവാണെങ്കിൽ എനിക്കത് തന്നത് തന്നെ ഈശോ തന്നതാണ്, അത് സ്വീകരിക്കാനുള്ള കൃപ. അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ മെയിനായിട്ട് ഒരാൾ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവൻ ആ കുറവുണ്ടെങ്കിലും ഞാൻ എപ്പോഴും അത് വെച്ച് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. കാര്യം അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി എന്താ പറയുന്നത്, നമ്മൾ എളിമയോടുകൂടെ ആവാനും എപ്പോഴും ഈശോയെ ഓർത്ത് ഈശോയുടെ കൂടെ ആയിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഹസ്ബൻഡ് അല്ലെങ്കിൽ ചേട്ടൻ എങ്ങനെയാ പറയുവാണെങ്കിൽ ഞാൻ ഈ കരഞ്ഞിരുന്ന സമയത്ത് പുള്ളി ആദ്യമേ സ്വീകരിച്ചായിരുന്നു. പക്ഷേ എനിക്കന്ന് അപ്പോഴും എനിക്കന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. കാര്യം പുള്ളി ഇപ്പം പറഞ്ഞ പോലെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി അത് ആദ്യമേ അവൻ്റെ കുറവുകൾ മനസ്സിലായി, പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തു. പുള്ളിയാണ് എന്നെ ഓരോന്നും അവനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഓരോരുത്തരത്തും കൊണ്ടുപോകാൻ ഇപ്പോഴും അവൻ്റെ എല്ലാ കാര്യത്തിനും എന്നെ വിടുന്നത് പോലും ഹസ്ബൻഡ് തന്നെയാണ്. അപ്പം എന്നെക്കാളും കൂടുതൽ ഹസ്ബൻഡ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം, എന്നെക്കാളും മുൻപേ. ചേച്ചിയും ഹസ്ബൻഡും കൂടാതെ ഇപ്പം ഇൻലോസിനൊക്കെ എങ്ങനെ കുഞ്ഞിനെ അക്സെപ്റ്റ്? ഡാഡി മമ്മി ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ഹസ്ബൻഡിൻ്റെ പാരൻസ്. മമ്മിയാണ് ഫുൾ അവനെ നന്നായിട്ട് നോക്കുന്നതെന്ന് പറയാം. കാര്യം ഞാൻ പുറത്ത് പോകണതിലൊക്കെ എനിക്ക് മമ്മിയാണ് അവനെ നോക്കുന്നത്, അല്ലാതെ വേറെ ഒരാളെ ഒന്നും നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല അവനെ നോക്കാൻ ഇതുവരെ. അപ്പം ഞാനല്ലേ മമ്മിയാണ് ഒത്തിരി അവനെ നന്നായിട്ട് നോക്കുന്നത്. അതുപോലെ ഡാഡിയും മമ്മിയും ആദ്യം തന്നെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവനെപ്പോഴും അവരുടെ കൂടെ കൂടുതലും. എൻ്റെ ഇളയ പിള്ളേരാണെങ്കിലും അവനെ ഒത്തിരി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവൻ ഞങ്ങളുടെ വീട്ടിലൊരു ശരിക്കും പറഞ്ഞ ഒരു ഒരു മെയിൻ ആളാണ് വീട്ടിൽ, സെൻറ്റർ ഓഫ് പോയിന്റ് ആണ്. പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്സോ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ആരും ഇങ്ങനൊരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചല്ല ആർക്കും ഉണ്ടാവുന്നത്. നമുക്ക് വരുവാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. ശരിക്കും ഈശോ അതിനുള്ള കഴിവ് നമുക്ക് തരും. നമുക്ക് ആ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ളതും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ കൃപ നമുക്ക് കിട്ടും. നമ്മൾ ഈശോയ്ക്ക് കൊടുത്ത് ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയോട് തന്നെ മുമ്പോട്ട് പോകും. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഞാൻ പറഞ്ഞു മോനും 18 വയസ്സായെങ്കിലും ഇപ്പോഴും എനിക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ട്. അവനെ ചിലപ്പോൾ അസുഖം വരുമ്പോഴൊക്കെ ഒത്തിരി ഡൗൺ ആവുന്ന സമയം എനിക്കും ഉണ്ട്. പക്ഷേ അതെല്ലാം ആ സമയത്തും ഈശോയ്ക്ക് സമർപ്പിച്ചും വിശുദ്ധ കുർബാനയെ കാഴ്ചവെച്ചും അങ്ങനെ തന്നെ ഞാനും മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് നമ്മളെ ആ കുഞ്ഞിനെ വിട്ടുകൊടുത്ത് പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും എനിക്ക് 3 കുട്ടികളുണ്ടെങ്കിലും മറ്റ് 2 കുട്ടികളെക്കാളും എനിക്ക് ഇവനെ പറ്റി അത്രയും പേടിയില്ല. കാര്യം അവരെ ഓർക്കാൻ എനിക്ക് കൂടുതലും എപ്പോഴും ഭയം. കാര്യം നോർമൽ പിള്ളേരെ എങ്ങനെ, പക്ഷെ ഇവനെ ഓർത്ത് എനിക്ക് അത്രയില്ല. ഞാനത് വേറൊരു പറയല്ല, എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു കാര്യം. കാര്യം ഇതിങ്ങനെ ഈശോ ഏറ്റെടുത്തൊരു കുട്ടിയാണെന്നുള്ള ഫീൽ എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ടുണ്ട്. അതിന് നമുക്ക് ആ കൃപ കിട്ടും. നമ്മളപ്പം ഈ ഈശോയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ ഈശോ നമുക്കത് തരും. നമ്മൾ തന്നെ അറിയാം നമുക്ക് ആ
ഒരു ധൈര്യവും ഇത് കിട്ടും. നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക, അത് തന്നെ എനിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, മോൻ്റെ പേരെന്താ? മോൻ്റെ പേര് ഏബൽ. ഏബൽ. ഓക്കെ, അപ്പം താങ്ക് യു ചേച്ചി. ചേച്ചി ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. പ്രിയ ചേച്ചി ഒരുപാട് ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയുണ്ടായി. എങ്ങനെയായിരുന്നു ചേച്ചി ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നുള്ളത്, ചേച്ചിയുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തോരം എഫേർട്ടാണ് ഇവരുടെ ലൈഫിൽ എടുക്കുന്നത്. അതിനുള്ള കൃപ ദൈവം നേരത്തെ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെ ഓരോ സ്പെഷ്യലായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിൽ ഓരോ സ്പെഷ്യൽ മുത്തുകളെ ഇങ്ങനെ ദൈവം ചൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ മാലാഖമാരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. എന്താണെങ്കിലും ഒരു ചാലഞ്ചിങ് സ്റ്റെപ്പാണ് എല്ലാ മാതാപിതാക്കളും എടുക്കുന്നത്. റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാൻ തോന്നിയത്, ശരിക്കും പള്ളിയിലൊക്കെ ഇവനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവൻ എങ്ങനെയാ പുറത്ത് പോകുമ്പോൾ ഒരു അറ്റൻഷൻ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ നോക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണത്? എല്ലാവരും സുഖമില്ലാത്ത കുട്ടി എന്ന രീതിയിൽ ഇവനെ എല്ലാവരും ശ്രദ്ധിക്കും. അതുപോലെ പള്ളിയിൽ പോകുമ്പോൾ ഇവൻ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴായിരിക്കും അവന് ഹാപ്പി ബർത്ത്ഡേ പാടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സരിഗമ പാടുന്നത്. ഇതിപ്പോൾ ഫാദർ ആനന്ദ് ഉണ്ടായ സമയത്ത് കുട്ടികളെ പുറകെ നിർത്തണ്ട, ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ ഫ്രണ്ടിലിരുത്തിയാലും കുഴപ്പമില്ല, അച്ഛൻ പറയും അവനെ കെയർ ചെയ്യണ്ട, ബാക്കി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ എന്ന്. അതാണ് ഞങ്ങളുടെ ഇടവകയിൽ എല്ലാവർക്കും ഇവനെ അറിയാം. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒന്നും പറയുമോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ല. എന്തായാലും നമ്മൾക്ക് ഈ ഒരു വിഷയത്തെ പറ്റി ശരിക്കും ചേർച്ച് എന്താ പറയണതെന്ന് നമുക്ക് ജെർണച്ചൻ്റെ അടുത്ത് നിന്ന് കേൾക്കാം. സോ ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാനസികമോ ശാരീരികമോ ആയ വ്യത്യസ്തതകളുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവകരങ്ങളിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടൈം സ്പെഷ്യൽ ചിൽഡ്രൻ ആണ്. സ്പെഷ്യൽ ചിൽഡ്രനെ എങ്ങനെ ദൈവകരങ്ങളിൽ സ്വീകരിക്കാം? എനിക്ക് ദിവസങ്ങളിൽ എൻ്റെ സുഹൃത്ത് അയച്ചു തന്നൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. ദ പേരൻസ് ഓഫ് ദ സ്പെഷ്യൽ ചിൽഡ്രൻ ആർ നോട്ട് സ്പെഷ്യൽ പേരൻസ്, ദേ ആർ ജസ്റ്റ് ഓർഡിനറി പേരൻസ്. അതായത് സ്പെഷ്യൽ ചിൽഡ്രൻ്റെ പേരൻസ് സ്പെഷ്യൽ അല്ല, അവർ വെറും ഓർഡിനറിയാണ്. ആർട്ടിക്കിൾ ഇങ്ങനെയാണ് പറയുന്നത്, അവർക്ക് ഒത്തിരി ഫ്രസ്ട്രേഷൻസ് തോന്നും, ബുദ്ധിമുട്ട് തോന്നും, അവരോട് സഹായം എടുക്കാൻ മറക്കരുത്. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്കെൻ്റെ മറുവശമാണ് തോന്നുന്നത്, ദ പേരൻസ് ഓഫ് ദ സ്പെഷ്യൽ ചിൽഡ്രൻ ആർ സ്പെഷ്യൽ. അതെനിക്ക് ഉറപ്പാണ്. അത് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് പലയിടങ്ങളിൽ നിങ്ങളും കേട്ടിട്ടുള്ളതായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ഏട്ടൻ, നവജീവൻ തോമസ് ഏട്ടൻ്റെ മനോഹരമായ സാക്ഷ്യം. ഒത്തിരി പേർക്ക് അപ്പനായ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഒരു ആത്മീയ അപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് ഏട്ടൻ. തോമസ് ഏട്ടന് ഒത്തിരി കാത്തിരുന്നൊരു കുഞ്ഞുണ്ടായപ്പോൾ, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ ചൈൽഡായിരുന്നു. അപ്പോൾ തോമസ് ഏട്ടൻ പറഞ്ഞ സാക്ഷ്യമുണ്ട്. ആദ്യം കുഞ്ഞുണ്ടായ സ്വർഗത്തിലാണ്. പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ തളർന്നു കിടക്കുന്നൊരു കുഞ്ഞുണ്ടായിരുന്നു. ദൈവം ഭൂമിയിലേക്ക് നോക്കി ഏത് മാതാപിതാക്കൾക്ക് കൊടുത്താൽ ഈ കുഞ്ഞിനെ ഏറ്റവും സുരക്ഷിതമായും ദൈവകരങ്ങളിൽ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കും. അപ്പോഴാണ് ദൈവം തോമസിനെ കണ്ടത്. അതുകൊണ്ട് ദൈവം ആ കുഞ്ഞിന് തോമസിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, സ്പെഷ്യൽ ചിൽഡ്രൻസ് പേരൻസ് ആർ സ്പെഷ്യൽ, സമ്മൺ വെരി സ്പെഷ്യൽ. കാരണം ഒരു കുഞ്ഞ് ആദ്യം ജനിക്കുന്ന ഒരു അമ്മയുടെ ഉദരത്തിലല്ല, അതിനു മുമ്പ് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് തന്നെ തിരുവചനം പറയുന്നത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, തിരഞ്ഞെടുത്തു, മാറ്റി നിർത്തി, വിശുദ്ധീകരിച്ചു. അതിനർത്ഥം ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് കുഞ്ഞ് ആദ്യം ജനിക്കുന്നത്, പിന്നീടാണ് അമ്മയുടെ ഉദരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ദൈവം ഈ ഭൂമിയിലേക്ക് നോക്കി ഈ കുഞ്ഞിന് ജനിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പേരൻസിനെ, സ്പെഷ്യൽ പേരൻസിനെ കണ്ടു. അതുകൊണ്ട് അവർക്കത് കൊടുത്തു. പ്രിയപ്പെട്ടവർ, വലിയൊരു റിയാലിറ്റിയെ വലിയൊരു യാഥാർത്ഥ്യത്തെ ഞാൻ ആത്മീയതയുടെ പുതപ്പുകൊണ്ട് മൂടിക്കളയുകയല്ല കേട്ടോ. എനിക്ക് മുമ്പേ പോയ പേരൻസ് രണ്ട് കൂട്ടരും ഇത്ര മനോഹരമായിട്ടാണ് അവർ സ്പെഷ്യലായിട്ട് തന്നെ ആ കുഞ്ഞിനെ, ആ വാക്കാണ് സ്പെഷ്യൽ, ഹി ഓർ ഷീ ഈസ് സമ്മൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് വളരെ സ്പെഷ്യലായിട്ട് തന്നെ നോക്കുന്നതെന്ന് അനുഭവത്തിലൂടെ നമ്മൾ പറഞ്ഞു കേട്ടതാണ്. എനിക്കറിയാം, ഒരു മാറി എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും ഒരു വിവാഹമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി കൊതിയോടെ കാത്തിരിക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞിന് ചില ബുദ്ധിമുട്ടുകളോ കുറവുകളോ അല്ലെങ്കിൽ വ്യത്യസ്തതകളോ കുഞ്ഞുങ്ങളാന്ന് പറയുമ്പോൾ ആ പേരൻസിൻ്റെ സ്വപ്നങ്ങളും എല്ലാം തകർന്നു വീഴുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ, ഒരുപക്ഷെ ഒരു സ്പിരിച്വൽ ക്രൈസിസ് തന്നെ, ദൈവം ഉണ്ടോ എന്ന് പോലും ഒക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുന്ന അനേകം കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് വചനങ്ങൾ വെളിച്ചത്തിൽ
ലേഖനത്തിൽ നിന്ന് സംസാരിക്കാം നമുക്കത്. ഒന്ന്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നുള്ളൂ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി ഭവിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നന്മയ്ക്കായി അവൻ ഭവിപ്പിക്കുകയുള്ളൂ. മറ്റൊരു തിരുവചനം ഈശോ തന്നെ പറയുന്നില്ലേ, ഏതപ്പനാണ് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നത്, പാല് ചോദിച്ചാൽ പാമ്പ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈശോ തന്നെ, അല്ല വിഷം കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ഈശോ തന്നെ പറയുന്നില്ലേ, നിങ്ങൾ ഈ ഭൂമിയിലുള്ള മാതാപിതാക്കൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ മനോഹരമായി തൻ്റെ ഭൂമിയിലുള്ള മക്കളെ കരുതും. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഇതിന് വേറൊരു ലെവൽ ബോധ്യം വേണം കേട്ടോ. ഇതിന് അറിവും ബോധ്യം നമ്മൾ രണ്ടാണ്, രണ്ട് ലെവലിൽ നിൽക്കുന്ന. ആദ്യം അറിവാണ്, ദൈവം എല്ലാം അറിയാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന അറിവാണ്. പക്ഷേ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്നെ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ വളരെ എനിക്ക് മുമ്പേ കടന്നുപോയ പേരൻസൊക്കെ വളരെ കൃത്യമായിട്ട് എങ്ങനെ അത് സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഒന്നുകൂടി ചില പ്രാക്ടിക്കൽ സജഷൻസ് ഈ വിശ്വാസത്തിന് വെളിച്ചത്തിൽ പങ്കുവെക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ചില തെറ്റിദ്ധാരണ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടുമുട്ടിയ ഒരു ചേട്ടനുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനൊക്കെ ആത്മീയതയിലേക്ക് നടന്നു വന്ന സമയമായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, എൻ്റെ പൂർവ്വകാല ഞാൻ വളരെ മോശമായ മനുഷ്യനായിരുന്നു. ഒത്തിരി മദ്യപിച്ചും മറ്റു കൂട്ടുകെട്ടുകളും ഒത്തിരി അവിശ്വസ്തകളുടെ ലോകമുണ്ടായിരുന്നു. അതിന് ദൈവം എനിക്കൊന്ന് ശിക്ഷയാണ്, എൻ്റെ കണ്ണു തുറപ്പിക്കാൻ ദൈവം തന്ന ശിക്ഷയാണ്. കമോൺ പ്രിയപ്പെട്ട സഹോദര, താങ്കൾക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ ദൈവം അങ്ങനെയുള്ള പകരം വീട്ടുന്ന ദൈവമാണോ? അങ്ങനെ അളന്നു നോക്കി തൂക്കി വിധിക്കുന്ന ദൈവമാണോ? അങ്ങനെ അല്ല നമ്മുടെ ദൈവം കരുണയുള്ള നല്ല അപ്പനല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏതെങ്കിലും മാതാപിതാക്കൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ദൈവം തന്ന ശിക്ഷയാണ്, കുടുംബത്തിന് നൽകിയ ശിക്ഷയാണ്, എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ വീഴ്ചകൾക്ക് ശിക്ഷയാണ്. അങ്ങനെ അല്ല, നമ്മുടെ ദൈവം അങ്ങനെയുള്ള ആളല്ല. അങ്ങനെ ദൈവം നമുക്കില്ല. അവിടുന്ന് നമ്മുടെ സ്നേഹമുള്ള വാത്സല്യമുള്ള കരുണയുള്ള അപ്പനാണ്. അവൻ ഈ കുഞ്ഞിനെ നമുക്ക് തന്നത് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറാൻ തന്നെയാണ്. അതാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. ഇത് എൻ്റെയോ നിൻ്റെയോ കുടുംബത്തിൻ്റെയോ തലമുറകളുടെയോ തെറ്റുകൾക്കുള്ള ശിക്ഷയല്ല ഈ കുഞ്ഞുണ്ടാവുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എത്ര ദൈവകാര്യങ്ങൾ സ്വീകരിച്ചാലും നമ്മൾ ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്താലും ചില പ്രത്യേക മൊമെൻറ്റുകളിൽ, ചില ക്രൈസിസ് മൊമെൻറ്റുകളിൽ, ചില പ്രത്യേക യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ വീണ്ടും ദൈവത്തെ ചോദ്യം ചെയ്തേക്കാം, എന്തുകൊണ്ട് എനിക്ക് തന്നു, എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചേക്കാം. അതിനോർത്ത് ദൈവം ഇത് വീണ്ടും കുറ്റബോധം മനസ്സിൽ സൂക്ഷിക്കല്ലേ. കുറ്റബോധം സാത്താൻ്റെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ നിമിഷവും ആത്മീയമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ഒരുപോലെയുള്ള മനുഷ്യരല്ല. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ചില ഫ്ലക്ച്വേഷൻസിൻ്റെ മൊമെൻറ്റിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചേക്കാം, ദൈവത്തെ ചോദ്യം ചോദിച്ചേക്കാം. ഒരു കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ, അതിനകത്ത് അന്താളിക്കാനൊന്നുമില്ല, വളരെ നാച്ചുറലാണ്. നമ്മുടെ എല്ലാ നിസ്സഹായതകളും മനസ്സിലാവുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ. എല്ലാ ഫ്ലക്ച്വേഷൻസിനും മനസ്സിലാവുന്ന ദൈവമല്ല ഇത്. അതുകൊണ്ട് ചില നിമിഷങ്ങളിലൊക്കെ ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ പാപമായിട്ടോ തെറ്റായിട്ടോ നിങ്ങൾ കരുതരുത് മാതാപിതാക്കൾ. നിങ്ങളുടെ മാനസികമായ ചില വ്യാപാരങ്ങളുടെ, പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കിട്ടിയോ എല്ലാ കുഞ്ഞിനെ പറ്റിയും, ഈ സ്പെഷ്യൽ ചൈൽഡിനെ പറ്റി പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു കസിൻ 10-25 വർഷമായിട്ട് സ്പെഷ്യൽ ചിൽഡ്രൻ്റെ മേഖലയിൽ മിനിസ്റ്റർ ചെയ്യുന്നൊരു സിസ്റ്ററാണ്, ഒരു സെയിം സിസ്റ്ററാണ്. ചേച്ചിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പല മാതാപിതാക്കൾക്കും അറിയില്ല, പ്രത്യേകിച്ച് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഒരൊറ്റ കാറ്റഗറിയിലങ്ങ് പെടുത്തുകയാണ്. പക്ഷേ അവരൊക്കെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റികളുണ്ട്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന വാക്ക് പോലും അങ്ങനെ കൊണ്ടാണല്ലോ വരുന്നത്. അവരെല്ലാവരെയും നമുക്ക് ഇങ്ങനൊരു പ്രത്യേക കാറ്റഗറിയിൽ പെടുത്തി അങ്ങ് മാറ്റിയെടുത്താൻ പറ്റത്തില്ല. ചിലവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന മേഖലകളുണ്ടായിരിക്കും, പെർഫോം ചെയ്യുന്ന മേഖലകളുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങൾ ദയവ് ചെയ്ത് വിദഗ്ധമായ ഉപദേശം തേടണമെന്ന് ഞാൻ എളിമയോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ സഹായം തേടണം. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തേണ്ട ചില ലെവലുകളുണ്ട്, എത്തേണ്ട ചില മേഖലകളുണ്ട്. അവർ ഇങ്ങനെയുള്ള ഫിസിക്കലോ മെൻ്റലോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റികളോ ജനിച്ചെന്ന് കരുതി അവർ നിങ്ങളുടെ വീട്ടിലിരിക്കാനുള്ള ആൾക്കാരല്ല. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു ചെറിയൊരു വീഡിയോ. ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞാൽ 65 വയസ്സ് കഴിഞ്ഞ അമ്മ ഒരു 35 വയസ്സുള്ള ഒരു മകനെ, ഒരു മാംസപിണ്ഡം പോലുള്ള മകനെ വഹിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ ഭാരം എടുക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ഈ പ്രായത്തിൽ നിന്ന്? അപ്പം അമ്മ പറയാം, ഞാൻ ഭാരമല്ല എടുക്കുന്നത്, കൊച്ചിനെയല്ല എടുക്കുന്നതെന്ന്. എത്ര അഭിമാനത്തോടെ അമ്മ പറയുന്നത്, ഞാൻ ഭാരമല്ലല്ലോ, എൻ്റെ കുഞ്ഞിനെയല്ല ഞാൻ എടുക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവർ, ഇതാണ് വെട്ടം കിട്ടിയ തലമുറ. ഈ ഒരു വെട്ടം കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്ന ഇതാണ്, പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നിങ്ങൾ വിദഗ്ധ ഉപദേശങ്ങൾ തരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചില നേടേണ്ട, ആ കുഞ്ഞുങ്ങളുടെ ഈ ഭൂമിയിൽ സംജാതമാകേണ്ട വലിയ കണ്ടുപിടുത്തങ്ങളുടെയോ വലിയ നേട്ടങ്ങളുടെയോ വലിയ ലോകമുണ്ടായിരിക്കും. അതിനാണ് ദൈവം സ്പെഷ്യലായിട്ട് ഈ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. സ്പെഷ്യൽ. ഞാനൊരു ചെറിയ 2 ഉദാഹരണം പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഒന്ന്, എൻ്റെ തന്നെ ഇടവപ്പള്ളിയിലുള്ള, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇടവപ്പള്ളി മിക്ക ഞായറാഴ്ചയും വരുന്നൊരു കുടുംബമുണ്ട്. ആ കുടുംബം ഒന്നിച്ച് പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ ഏറ്റവും ഫ്രണ്ടിലത്തെ 2ാമത്തെ ഫ്യൂസിൽ തന്നെ ഇരിക്കും. അതിനകത്ത് ഒരു കുഞ്ഞ് സ്പെഷ്യലാണ്, ഏകദേശം 12 വയസ്സുണ്ട്. ഞാൻ നോക്കാറുണ്ട്, ലാറ്റിൻ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോഴത്തേക്ക് കുടുംബം മുഴുവൻ കരം പിടിച്ച് നിൽക്കുന്നൊരു ഭാഗമുണ്ട്.
ഇവനാണ് എല്ലാവരെയും കരം പിടിപ്പിക്കുന്നത്. ഇവൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കോളേജ് ഗോയിങ് ഒക്കെ ആയി, അപ്പോൾ അവർക്കൊക്കെ ചെറിയ ചമ്മലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവൻ ഓടി നടന്ന് എല്ലാവരെയും കരം പിടിച്ചിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക. എന്നിട്ട് സ്തുതി കൊടുക്കുന്ന ഭാവം ഇവൻ ഓടി നടന്ന് എല്ലാവർക്കും ഉമ്മ കൊടുക്കും സ്തുതിക്ക് പകരം. എത്ര ബ്യൂട്ടിഫുൾ ആണ്. ആ കുഞ്ഞു പള്ളി ഉള്ളപ്പോഴത്തേക്ക് സ്വർഗസ്നേഹതാവിൻ്റെ ഭാവവും സമാധാനത്തിൻ്റെ ഭാവം വരും. എനിക്ക് പ്രത്യേക സന്തോഷമാണ്. ഈ കുഞ്ഞ് സ്പെഷ്യലാണ്. ഈ കുഞ്ഞിനറിയാം എങ്ങനെ ദൈവത്തെ അല്ലെങ്കിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കണമെന്ന്. ഓരോ സ്പെഷ്യൽ ചൈൽഡും ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്. മറ്റൊരു ഉദാഹരണം ഇതാണ്. സെറിബ്രൽ പാൾസിയുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്ത് പങ്കുവച്ചതാണ്. അദ്ദേഹം കണ്ടുമുട്ടിയ ഒരു കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്. 13-ാം വയസ്സിൽ ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. ആ കുഞ്ഞിൻ്റെ അമ്മ പങ്കുവെച്ച കാര്യം എന്നാണ്. 13 വയസ്സുള്ള കുഞ്ഞ് ഒറ്റ കിടപ്പായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിന് പ്രത്യേകിച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നുമില്ല, ഒറ്റ കിടപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വീട്ടിലെല്ലാ സംഭവങ്ങളും അമ്മ എണ്ണി എല്ലാ ദിവസവും കുഞ്ഞിനോട്, പ്രത്യേകിച്ച് ചില ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥന അത്യാവശ്യം വരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അടുക്ക് പോയി അമ്മ ഇതെല്ലാം പറയും. അമ്മ പിന്നെ പറയുകയാണ്, സാക്ഷ്യം പോലെ പറയുകയാണ്, ഈ കുഞ്ഞിനോട് പറഞ്ഞ ഒരു കാര്യവും സ്വർഗ്ഗം എനിക്ക് നടത്തുന്നതായിരുന്നിട്ടില്ല. കാരണം ഈ കുഞ്ഞ് സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ വീട്ടിൽ. എൻ്റെ വീടിന് ദൈവം തന്ന കാവൽമാലാകയാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞിൻ്റെ സഹനങ്ങൾ, നിശബ്ദമായ സഹനങ്ങളാണ് എന്നെയും ഈ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരെയും സ്വർഗത്തിലേക്ക്, വിജയത്തിലേക്ക് കൈനീട്ടി കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, സ്പെഷ്യൽ കുഞ്ഞുങ്ങളുള്ള വീടുകളെല്ലാം സ്പെഷ്യൽ വീടുകളാണ്. അവർ മാതാപിതാക്കൾ സ്പെഷ്യൽ മാതാപിതാക്കളാണ്. ആ കുടുംബം സ്വർഗത്തിന് മുമ്പിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുടുംബമാണ്, അനുഗ്രഹീതമായ കുടുംബം. നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവായ ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ചിൽഡ്രൻ ഉള്ള എല്ലാ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും മാതാപിതാക്കളൊക്കെ പ്രത്യേകിച്ച് ഉദരത്തിലൊക്കെ ഈ സ്പെഷ്യലായ കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ആശ്വാസം കൊടുക്കണമേ. തമ്പുരാനെ, നിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ അവർക്ക് തുറവി കൊടുക്കണമേ. പ്രത്യേകിച്ച് സ്വന്തക്കാരുടെ ബന്ധക്കാരുടെ കുത്തുവാക്കുകളോ മുറിവുകളോ പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടോ ഈ കുഞ്ഞിന് കൊടുക്കേണ്ട കെയറൊക്കെ കൊടുക്കാൻ പറ്റാതെ വേദനിക്കുന്ന ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ തമ്പുരാനെ, സ്വർഗത്തിന് വലിയ കരുണ നീട്ടണമേ. അവരുടെ വീട്ടിലേക്ക് നിന്റെ മാലാഖമാരെ അയക്കണമേ, നിന്റെ ദൈവദൂതന്മാരെ അയക്കണമേ. അവർക്ക് നിന്നെ മഹത്വപ്പെടുത്താനുള്ള കാരണമായിട്ട് ഈ കുഞ്ഞ് മാറട്ടെ. അനേകം പേർക്ക് വ്യക്തമായിട്ട് ഈ കുഞ്ഞുങ്ങൾ മാറട്ടെ. ഈ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ നിശബ്ദമായി ഈ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധാത്മാക്കളും തിരിച്ചറിവിലേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു വരണമേ. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ കുറ്റബോധം പേറുന്ന, വേദന പേറുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ രാത്രി അവർക്ക് അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ, സമാധാനത്തിൻ്റെ രാത്രിയായി മാറട്ടെ. സ്വർഗം അവരിൽ സംപ്രീതമായിരിക്കുന്നു എന്ന ഒരു സദ്വാർത്ത കേൾക്കുന്ന രാത്രിയായി മാറട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛ. അച്ഛൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ടോപ്പിക്കിനെ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. നിങ്ങൾ പ്രേക്ഷകർ ഒരുപാട് വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് തന്നെ പറയുന്നത്. നിങ്ങളാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേച്ചി.